മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന്. ശത്രുതയുടെ കെട്ടുകൾ അഴിയണം. ഭാര്യയും ഭർത്താവും തമ്മിലാകാം, മാതാപിതാക്കളും മക്കൾ തമ്മിലാകാം, അമ്മായിയമ്മയും മരുമകളും തമ്മിലാകാം, അല്ലെങ്കിൽ തൊഴിലിടങ്ങളിലാകാം, അയൽവാസികളാകാം, കൂടപ്പിറപ്പങ്ങൾ തമ്മിൽ, മാതാപിതാക്കളും മക്കൾ തമ്മിലും. എന്തു വലിയ വേദനാജനകമായ അവസ്ഥയാണ്. ജീവിച്ചിരിക്കുമ്പോൾ ക്ഷമിച്ചില്ലെങ്കിൽ, ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കുന്നില്ല, പിന്നെ എപ്പോൾ സ്നേഹിക്കാനാ? അതുകൊണ്ട് ശത്രുതയുടെ കെട്ടുകൾ അഴിയണം. ശത്രു സ്നേഹം ക്രിസ്തുവിൻ്റെ മുദ്രയാണല്ലോ, മുദ്രാവാക്യമാണല്ലോ. ശത്രുവേയും മിത്രമാക്കാൻ ശക്തമാണല്ലോ, അത് ഹൃദ്യമാണല്ലോ. കണ്ണിനു പകരം കണ്ണല്ല, പല്ലിനു പകരം പല്ലല്ല, സ്നേഹമാകും ആയുധത്താൽ വൈരിയെ നേടാം. മത്തായി 5:44-45. ഈ വരികൾ അത്ര കറക്റ്റാണ് അല്ലേ? ശത്രുക്കളെ സ്നേഹിക്കുവിൻ, ദേഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അനുഗ്രഹിക്കല്ലാതെ ശപിക്കരുത്, അങ്ങനെ നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും. പ്രാർത്ഥിക്കാൻ മത്തായി 5:44-45, സങ്കീർത്തനം 23:5-6, അതുപോലെ 1 പത്രോസ് 3:9. ഈ 3 വചനങ്ങൾ പ്രാർത്ഥിക്കാം. മത്തായി 5:44-45, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, ദേഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അനുഗ്രഹിക്കല്ലാതെ ശപിക്കരുത്, അങ്ങനെ നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും. സങ്കീർത്തനം 23:5-6, ശത്രുക്കളുടെ മുമ്പിൽ അവിടുന്ന് നിനക്ക് വരുന്നൊരുക്കും, നിന്റെ ജീവിതകാലം മുഴുവൻ അവിടുത്തെ നന്മയും കരുണയും നിന്നെ അനുഗമിക്കും, പുറകേ വരും, വന്ന് കയറിക്കോളും അനുഗ്രഹം. അല്ലെങ്കിൽ അവരങ്ങനെ ഇവരിങ്ങനെ അത് കാരണം ഇത് കാരണം, അതിലോട്ടൊന്നും നെവർ മൈൻഡ്. നമ്മൾ ക്ഷമിച്ചാൽ മതി, ദൈവം വഴി തുറന്ന് തരും. അടുത്തത് 1 പത്രോസ് 3:9, തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നികരനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണല്ലോ നിങ്ങൾ. ഉറപ്പായിട്ടും ദൈവത്തിൽ വിശ്വസിക്കുക. വ്യക്തി ശത്രുവല്ല, ശത്രു നിത്യശത്രുവായ പിശാചാണ്. അതുകൊണ്ട് വ്യക്തി ശത്രുവേ അല്ല, വ്യക്തിയോട് ക്ഷമിക്കുക. പാപിനെ കൈവെള്ളയിൽ ഉയർത്തി, എന്നാൽ തെറ്റാണെന്ന് കാണിച്ചു. ആരാ? കർത്താവായ യേശു. ഇതുകൊണ്ട് വ്യക്തിയെ ഉയർത്തുക. തന്നെ തള്ളിപ്പറഞ്ഞ പത്രോസിനോടും അവിടുന്ന് ക്ഷമിച്ചു. ഇതാ ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് സഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ട് ജീവൻ വെടിഞ്ഞു. അതുകൊണ്ട് ക്ഷമിച്ചാൽ അത്ഭുതം നടക്കും, ക്ഷമിച്ചാൽ ബന്ധനം അഴിയും, ക്ഷമിച്ചാൽ പിശാച് വിട്ടുപോകും, ക്ഷമിച്ചാൽ കെട്ടുകൾ പൊട്ടും. ആദിമ ക്രൈസ്തവ സഭയിലെ ആദ്യത്തെ രക്തസാക്ഷി അപ്പോസ്തല പ്രവർത്തനം 7:54-57 വരെ സമയോളപ്പെടുത്ത് വായിക്കുക. രക്തസാക്ഷിയായ സപ്പാനോസ്, അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു, സഹനങ്ങളുടെ മധ്യേ പതറിപ്പോയില്ല, സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി. ഇതാ കർത്താവായ യേശുവിനെയും ഇതാ മാലാഖമാർ കയറുന്നതും ഇറങ്ങുന്നതുമെല്ലാം കണ്ടെങ്കിൽ ക്ഷമിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ നാം വിജയക്കൊടി പാറിച്ചിരിക്കും. അതുകൊണ്ട് അവൻ അനുഭവിക്കും. അവർക്ക് കിട്ടാൻ പോണേ ഉള്ളു, എൻ്റെ കണ്ണുകൊണ്ട് കാണും. പറയണ്ട, അങ്ങനെ ഒന്നും പറയണ്ട. വിധിക്കാൻ നമ്മൾ ആരുമല്ല, ഒരാത്മാവ് പോലും നശിച്ചു പോകരുത്. അതുകൊണ്ട് നമ്മൾ ക്ഷമിച്ചു പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിലും നമ്മളെ വേദനിപ്പിക്കുന്നവരിലും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ വചനങ്ങൾ മറന്നു പോകരുത്. മത്തായി 5:44-45, സങ്കീർത്തനം 23:5-6, 1 പത്രോസ് 3:9. ഈ 3 വചനങ്ങൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. ഈ വചനത്താൽ അഭിഷേകം ചെയ്യണമേ. ശത്രുതയുടെ കെട്ടുകൾ എൻ്റെ ജീവിതത്തിൽ എന്നെ വേദനിപ്പിച്ചവരിൽ നിന്നും ഞാൻ മൂലം വേദനിപ്പിച്ചവരിൽ നിന്നും യേശുനാമത്തിൽ അഴിയട്ടെ. അവിടുത്തെ തിരക്തം കൊണ്ട് കഴുകണേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. സാക്ഷ്യപ്പെടുത്താനിടയാകും. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ തുടർന്നുള്ള വീഡിയോകൾ നമുക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ കമൻസുകൾ പ്രാർത്ഥനാ നിയമങ്ങൾ അയക്കുമല്ലോ. ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഷെയറും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയുടെ സുവിശേഷ വേളയിൽ വലിയ മുതൽക്കൂട്ടാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.